Okay. A shaft is supported by two bearings. Okay, a shaft is supported by two bearing placed at 1 meter apart. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു ഷാഫ്റ്റ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനകത്ത് രണ്ട് ബിയറിംഗ് വരയ്ക്കുക. ഇവിടെ ഒരു ബിയറിങ്, അല്ലേ? അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര? 1 meter, 1000 millimeter. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഈ 600 millimeter diameter pulley is mounted at a distance of 300 millimeter to the right of left hand bearing. ലെഫ്റ്റ് ഹാൻഡ് ബിയറിംഗ് ഏതാ? ഇതാണ്. ഇപ്പോൾ ഇവിടുന്ന് 300 millimeter മാറിയിട്ട് ഒരു പുള്ളി ഞാനിവിടെ ഓക്കെ എന്താണ് പറഞ്ഞേക്കുന്നത്? A 600 millimeter diameter pulley is mounted at a distance of 300 millimeter to the right of left hand bearing. ലെഫ്റ്റ് ഹാൻഡ് ബിയറിംഗ് ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് ബിയറിംഗ് ഇതാണ്. ഈ ലെഫ്റ്റ് ഹാൻഡ് ബിയറിങ്ങിൻ്റെ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 300 ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പുള്ളി ഉണ്ടോ? 300 ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പുള്ളി. ഈ പുള്ളിയുടെ ഡയമീറ്റർ എത്ര? 600 millimeter. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് ദിസ് ഡ്രൈവ്സ് എന്താണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് ദിസ് ഡ്രൈവ് എ പുള്ളി ഡയറക്റ്റ്ലി ബിലോ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബെൽറ്റ് ഹാവിങ് മാക്സിമം ടെൻഷൻ ഓഫ് 2.5 kN. അപ്പോൾ ഈ ഒരു പുള്ളി താഴെ വേറൊരു പുള്ളിയായിട്ട് കണക്ട് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ ടെൻഷൻ ഇതിൻ്റെ എങ്ങോട്ടാണ് കാണിക്കുന്നത്? താഴോട്ട്, അല്ലേ? താഴെ വേറൊരു പുള്ളിയായിട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് അത് കാണിക്കണമെങ്കിൽ ഇപ്പുറത്ത് കാണിക്കണം. ഇപ്പം ഞാൻ എന്തെടുത്ത് ഈ ഡി എന്ന് പറയുന്ന പുള്ളി, ഈ പുള്ളിയുടെ ഞാൻ എന്താണ് സി എന്ന് കൊടുക്കാം. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്ന പുള്ളി. ഇപ്പോൾ സി എന്ന് പറയുന്ന പുള്ളി വരച്ചു. അതിന് നടുക്ക് എന്താണ്? ഷാഫ്റ്റ്. ഈ സി എന്ന് പറയുന്ന പുള്ളി എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഡയറക്റ്റ്ലി ബിലോ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബെൽറ്റ് ഹാവിങ് മാക്സിമം ടെൻഷൻ ഓഫ് 2.5. അപ്പോൾ താഴോട്ടല്ലേ ഈ സി എന്ന് പറയുന്ന പുള്ളി കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ടെൻഷൻ എങ്ങോട്ടാ? ഈ സി എന്ന് പറയുന്ന പുള്ളി എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? നോക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ദിസ് പുള്ളി ഡയറക്റ്റ്ലി എന്താ പറയുന്നത്? ദിസ് ഡ്രൈവ്സ് എ പുള്ളി ഡയറക്റ്റ്ലി ബിലോ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബെൽറ്റ് ഹാവിങ് മാക്സിമം ടെൻഷൻ ഓഫ് 2.25 kN, അല്ലേ? അങ്ങനെയാണോ തന്നേക്കുന്നത്? അപ്പോൾ മാക്സിമം ടെൻഷൻ നമ്മൾ ടൈറ്റ് സൈഡ് T1 ഈക്വൽ എത്ര എടുക്കുക? T1 ഈക്വൽ എത്ര എടുക്കുന്നത്? ഓക്കെ, അനദർ പുള്ളി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അനദർ പുള്ളി ഓഫ് 400 millimeter diameter ഈസ് പ്ലേസ്ഡ് അറ്റ് 200 millimeter ടു ദ ലെഫ്റ്റ് ഓഫ് റൈറ്റ് ഹാൻഡ് ബിയറിംഗ്. അല്ല, റൈറ്റ് ഹാൻഡ് ബിയറിംഗ് ഏതാ? ഇത്. അതിൻ്റെ 200 millimeter ഇങ്ങോട്ട് മാറിയിട്ട് പുതിയൊരു പുള്ളി വെച്ചിട്ടുണ്ട്. ആ പുള്ളിയുടെ ഡയമീറ്റർ എത്രയാണ്? 400. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 600 ആണ്. അപ്പോൾ അതിനേക്കാളും ചെറുതാണെന്ന് ഓർത്തോണം. വേറൊരു പുള്ളി വെക്കുന്നത്. ആ പുള്ളിയുടെ പേര് ഞാൻ ഡി എന്ന് പറഞ്ഞ പുള്ളി കൊടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന, ബി എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത്, ഡി. ഡി എന്ന് പറയുന്ന പുള്ളിയുടെ ഡയമീറ്റർ എത്ര? ഇതിൻ്റെ ഡയമീറ്റർ എത്ര? ഡയമീറ്റർ 400. ഓക്കെ, പിന്നെന്താ? ആൻഡ് ഈസ് ഡ്രിവൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ ആൻഡ് ബെൽറ്റ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ടു ദി റൈറ്റ്. ഇതെന്താണ് പറഞ്ഞത്? ഈ പുള്ളീനെ ഡ്രൈവ് ചെയ്തുന്നത് ഒരു ഹൊറിസോണ്ടലി വെച്ചേക്കുന്ന മോട്ടറാണ്.
ഹൊറിസോണ്ടലി വെച്ചേക്കുന്ന മോട്ടറാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ പോവാണ്. എനിക്ക് ഹൊറിസോണ്ടലി കാണിക്കുമ്പോഴത്തേന് എനിക്ക് ഇവിടെ അല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് ഇതിൻ്റെ ടെൻഷൻ എങ്ങോട്ടാണ് കാണിക്കുന്നത്? ഞാൻ ടെൻഷൻ എങ്ങനെ കാണിക്കുന്നത്? ഇപ്പം വേറൊരു പുള്ളി, ആ പുള്ളി ചെറിയ പുള്ളിയല്ലേ, ആ ചെറിയ പുള്ളി ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ പോവാം. ഈ ചെറിയ പുള്ളിയുടെ ടെൻഷൻ എങ്ങോട്ട് കാണിക്കാൻ പോവാ? ഹൊറിസോണ്ടലി കാണിക്കുക. കാരണം അത് കണക്ട് ചെയ്തേക്കുന്നത് ബെൽറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് ബെൽറ്റ് എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്? ബെൽറ്റ് ഹൊറിസോണ്ടലി കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിന് ഹൊറിസോണ്ടലി കാണിക്കുക. അപ്പം ഞാൻ ഇതിന് ടെൻഷൻ T3 എന്നും T4 എന്നും റെപ്രസെൻറ്റ് ചെയ്യുക. എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെന്താ കൊടുത്തേക്കുന്നത്? ഇത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓഫ് ബോത്ത് ഓഫ് ദി പുള്ളി ഈസ് 180 ഡിഗ്രി. രണ്ട് പുള്ളിയുടെയും ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ 180 ഡിഗ്രി ആണ്. അതായത് എത്ര റേഡിയൻ ആണ് 180 ഡിഗ്രി? 180 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? പൈ റേഡിയൻ, അതായത് 3.14 റേഡിയൻ. ഇത് രണ്ട് പുള്ളിയുടെയും ആംഗിൾ ഓഫ് ലാപ്പ്, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. ആംഗിൾ ഓഫ് ലാപ്പ് തന്നെയാണ്. ഓക്കെ, ആംഗിൾ ഓഫ് ലാപ്പ്. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? മ്യൂ, കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്? 0.24 ആണ് പറഞ്ഞേക്കുന്നത്. ഡിറ്റർമൈൻ ദ സൂട്ടബിൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, സോളിഡ് ഷാഫ്റ്റ് ആണ്. അപ്പോൾ ആ മറ്റേ കെയുടെ വാല്യൂ എന്താണ്? കെയുടെ വാല്യൂ എന്താണ്? സോളിഡ് 0, അലോയിങ് മാക്സിമം വർക്കിംഗ് സ്ട്രെസ് ഓഫ് 63 MPa ഇൻ ടെൻഷൻ. അതായത് സിഗ്മ മാക്സ് എത്ര വന്നേക്കുന്നത്? 63 MPa ആൻഡ് 42 MPa ഇൻ ഷിയർ. എന്ന് വെച്ചാൽ ടോ മാക്സ് എത്ര വന്നേക്കുന്നത്? ടോ മാക്സ് എത്ര വന്നേക്കുന്നത്? 42 MPa. സാധാരണ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ടോ മാക്സ് മാത്രമേ തരത്തുള്ളായിരുന്നു. ഇവിടെ എന്തോ വന്നേക്കുന്നത്? സിഗ്മ മാക്സും തന്നിട്ടുണ്ട്, ടോ മാക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഓർത്തോണം ഇതൊരു ഒന്നൊന്നര പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ assume that the torque on one pulley is equal to the torque on another pulley. അതായത് ഈ സി എന്ന് പറയുന്ന പുള്ളിയിലുള്ള ടോർക്കും ഡി എന്ന് പറയുന്ന പുള്ളിയിലുള്ള ടോർക്കും സെയിം ആണ്. ഇത്രയാണ് എനിക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ നമ്മൾ ഈ താഴോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. അതായത് ക്വസ്റ്റ്യൻ ഈ ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം, കുറച്ച് സമയം എടുത്താലും വേണ്ടമില്ല. ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കണം. ഈ ഒരു പ്രോബ്ലം എക്സാമിനേഷൻ ചോദിക്കുന്ന ടൈപ്പാണ്. ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ ഇനി പറയണോ? ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ പറയുന്ന പോലെ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നുകൂടെ പറയണം. ഓക്കെ, പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് പുള്ളി എടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എൻ്റെ കൂടെ ചെയ്ത് പോയിക്കണം. ലെഫ്റ്റ് പുള്ളി എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡേറ്റ അറിയാം? ലെഫ്റ്റ് പുള്ളി ഏത് പുള്ളിയാ? ഏതാ ലെഫ്റ്റ് പുള്ളി? സിക്കകത്ത് എന്തൊക്കെ അറിയാം? തീറ്റ അറിയാം അല്ലേ? എത്രയാ? 3.14 റേഡിയൻ അല്ലേ? ആണല്ലോ. T1 അറിയോ? ഇല്ല. T2 അറിയോ? ഇല്ല. പിന്നെന്തുവാ? T1 അറിയാം. എത്ര? 3.1 എത്ര? T1 എത്ര? 2.25 ഓക്കെ, 2.25 10 പക്ഷേ T2 അറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും T1 T2 എല്ലാം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഫോർമുല എന്താണ്? നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. ഏതൊക്കെയാണ്? സിഗ്മ മാക്സും തന്നിട്ടുണ്ട്, ടോ മാക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്മ മാക്സിനും ടോ മാക്സിൻ്റെ ഫോർമുല നിങ്ങൾ ആദ്യം ഒന്ന് എടുത്ത് എഴുതിക്കേ. സിഗ്മ മാക്സിൻ്റെ ഫോർമുല എന്തുവാ? ആ ഡേറ്റ ബുക്കിൽ സിഗ്മ മാക്സിൻ്റെ ഫോർമുല എന്തുവാ?
എന്തുവാ ഏത് ഇക്വേഷൻ എടുക്കണ്ടേ? പേജ് നമ്പർ 51 ASME-ക്കകത്ത് സിഗ്മ മാക്സിൻ്റെ ഫോർമുല എന്തുവാ? 16 സിഗ്മ മാക്സ് അല്ല, ഡി വിത്ത് റെസ്പെക്ട് ടു സിഗ്മ മാക്സ് കൺസിഡർ ചെയ്തിട്ടുള്ള ഡി എത്ര? 16 ഇൻറ്റു പറ. CM into M plus root of CM into M the whole square plus CP into T the whole square into 1 by 1 plus 1 by 1 minus K raised to. കെ വേണ്ട, കെ ഇല്ല, കെ എടുക്കുന്നില്ല. അപ്പോൾ all raised to 1 by 3. ഓക്കെ, ഇനി അടുത്ത ടോ മാക്സിൻ്റെ വെച്ചിട്ടുള്ള എന്തുവാ? Into root of CM into M the whole square plus CT into T the whole square the whole raised to 1 by 3. ഇതിനകത്ത് നമുക്ക് എന്ത് വേണം? എം വേണം, ടി വേണം. അപ്പോൾ ഈ എമ്മും ടി ഒക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ T1 T2 T3 T4 ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് T1 ഉണ്ട്, അപ്പോൾ T2 കണ്ടുപിടിക്കാം. T1/T2 എന്ന് പറഞ്ഞ ഫോമുല ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T1/T2 എന്ന് പറഞ്ഞ ഫോമുല എന്തുവാ? T1 e raised to mu theta. T1 അറിയാം, mu അറിയാം, തീറ്റ അറിയാം. അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? T2 കിട്ടി. കണ്ടുപിടിച്ചോ T2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ച്. ഇപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന ഏത് പുള്ളിയാ? ഏത് പുള്ളി അനാലിസിസ് ചെയ്യുന്നത്? എൻ്റെ കൂടെ ചെയ്തു പോകണേ. അവർക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഏത് പുള്ളി അനാലിസിസ് ചെയ്യുന്നത്? സി എന്ന് പറഞ്ഞ പുള്ളി. ഓക്കെ, ഇപ്പോൾ T1 അറിയാം, T1/T2 e raised to mu തീറ്റ ആണ്. മ്യൂവിൻ്റെ വാല്യൂ അറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം. നമുക്കപ്പം T2ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച്. T2ൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച്. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അത് കുറച്ച് ലെങ്തിയാണ്. ഈ പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കി, ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും അതുവരെ ക്ലിയർ ആയിട്ട് നമുക്ക് പോയാൽ മതി. കാരണം ഇത് പെട്ടെന്ന് പോയിട്ട് കാര്യമില്ല. ഇത് കൊണ്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ 15 മാർക്ക് പോകും, മനസ്സിലായില്ലെങ്കിൽ 15 മാർക്ക് പോകും. എല്ലാവർക്കും കിട്ടിയോ T2? 1.059 into 10 raised to 3. 1.059 into 10 raised to 3. ഓക്കെ, അപ്പോൾ നമുക്ക് T1 T2 കിട്ടിക്കഴിഞ്ഞാൽ ടോർക്ക് ഓൺ പുള്ളി സിയിലുള്ള ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോർക്ക് ഓൺ പുള്ളി TC എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ടോർക്കിൻ്റെ ഫോമിലാകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്തുവാ പറഞ്ഞത്? അവിടെയുള്ള ടെൻഷൻ്റെ ടോർക്കിൻ്റെയോ? ടോർക്ക് T1 + T2 ആണോ? T1 - T2 ഇൻറ്റു റേഡിയസ് ഓഫ് പുള്ളി സി. ഇപ്പോൾ T1 കിട്ടി, T2 കിട്ടി. റേഡിയസ് ഓഫ് പുള്ളി അറിയാം, ഡയമീറ്റർ ഓഫ് പുള്ളി അറിയാം. അപ്പോൾ നമുക്ക് റേഡിയസും കിട്ടും. അപ്പോൾ TC ടോർക്ക് ഓൺ പുള്ളി സി നമുക്ക് കിട്ടും. ടോർക്ക് ഓൺ പുള്ളി സി എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച് എൻ്റെ കൂടെ ചെയ്തു പോകണം. ആരെങ്കിലും സ്ലോ ആയെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പതുക്കെ പോകത്തുള്ളൂ. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണിത്. ടോർക്ക് ഓൺ പുള്ളി സി എത്ര കിട്ടും? ടോർക്ക് പുള്ളി സി എന്ന് പറഞ്ഞ പുള്ളിയിൽ ആക്റ്റീവ് ടെൻഷൻസ് T1 T2 ആണ്. ഞാൻ ടോർക്കിൻ്റെ ഫോമിൽ ആദ്യമേ പറഞ്ഞു. ടൈറ്റ് സ്ലൈഡ് മൈനസ്
സ്ലാക്ക് സൈഡ് ഇൻറ്റു അവിടുത്തെ റേഡിയസ്, പുള്ളിയുടെ റേഡിയസ്. T1 ആണ് ടൈറ്റ് സൈഡ് മാക്സിമം, T2 നമുക്ക് കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് റേഡിയസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് ടോർക്ക് ഓൺ പുള്ളി C കിട്ടും. അത് എത്രയാണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. അപ്പോൾ TCയുടെ വാല്യൂ എത്ര കിട്ടി? TCയുടെ വാല്യൂ കിട്ടിയ 357.3 into 10⁻³ എന്നൊക്കെ കിട്ടി. 357 ഇതല്ലേ into 10⁻³. ഇതിനെ ഞങ്ങൾക്ക് 357 into 10⁻³ എന്ന് എഴുതാം ഓൾമോസ്റ്റ്. എന്നാലും കറക്റ്റ് ആൻസർ ഇത്രയും കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ രണ്ട് ടോർക്കിന്റെ രണ്ട് പുള്ളിയുടെ ടോർക്ക് ഈക്വൽ. അപ്പോൾ രണ്ടിൻ്റെ ടോർക്ക് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ടിൻ്റെ ടോർക്ക് ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോർക്ക് ഓൺ C ഈക്വൽ ടു ടോർക്ക് ഓൺ D ഈക്വൽ ടു എന്ത് എഴുതാം? 357,420 അല്ലേ? അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പുള്ളി എടുത്ത് ലെഫ്റ്റ് എന്ന് പറയുന്ന പുള്ളി എടുത്തു. അതിനകത്തുള്ള അൺനോൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? T1 T2 ആയിരുന്നു. അത് കണ്ടുപിടിച്ചല്ലോ. T1 അറിയാം, T2 ആയിരുന്നു അൺനോൺ ക്വാണ്ടിറ്റി. പിന്നെ ടോർക്ക് ഓൺ ലെഫ്റ്റ് പുള്ളി C അതും കണ്ടുപിടിച്ചു. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി എന്ത് എടുക്കണം? അനാലിസിസ് ഓഫ് റൈറ്റ് പുള്ളി. ഏതാ കണ്ടുപിടിക്കണം? അത് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ എടുക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. രണ്ടിലുള്ള ടോർക്ക് കണ്ടുപിടിച്ചിട്ട് പിന്നെ മൊമെൻ്റ് കണ്ടുപിടിക്കാം കേട്ടോ. സിയിലുള്ള ടോർക്കും ഡിയിലുള്ള ടോർക്കും കണ്ടുപിടിച്ചിട്ട് നമുക്ക് മൊമെൻ്റ് അടിക്കാം. ഡിയിലുള്ള ടോർക്ക് നമുക്ക് ഓൾറെഡി കിട്ടി. പക്ഷേ ബെൻഡിങ് മൊമെൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ കാര്യം കൂടെ വേണം. എന്തൊക്കെ ടെൻഷൻ ഉണ്ട് ഇതിനകത്ത്? T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, T4 ഉണ്ട്. നമുക്ക് T1 കിട്ടി, T2 കിട്ടി. ഇനി എന്തൊക്കെ കിട്ടാനുണ്ട്? T3 T4 അതും കൂടെ കിട്ടിയിട്ട് മാത്രമേ നമുക്ക് M കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത റൈറ്റ് പുള്ളിയുടെ അനാലിസിസിനോട്ട് പോകുന്നത്. അപ്പോൾ T3 T4 കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ T3 T4 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം TDയുടെ വാല്യൂ കിട്ടിയല്ലോ. TD ടോർക്ക് ഓൺ പുള്ളി D. ടോർക്ക് ഓൺ പുള്ളി D എത്ര കിട്ടി? 375,420 ഇത്രയും കിട്ടിയോ? ടോർക്ക് ഓൺ പുള്ളി D ഈ സെയിം അല്ലേ? അത് സംശയമുണ്ടോ എന്താ അങ്ങനെ വന്നതെന്ന്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ. അപ്പോൾ TDക്ക് വേറൊരു ഫോർമുല ഇല്ലേ? TDയിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻസ് എന്തൊക്കെയാണ്? അതായത് D എന്ന് പറയുന്ന പുള്ളിയിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്തൊക്കെയാണ്? അപ്പോൾ TDയുടെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? T3 - T4 into RD. TDയുടെ വാല്യൂ അറിയാമല്ലോ. അറിയാം. RDയുടെ വാല്യൂ അറിയാമല്ലോ. അറിയാം. ഇപ്പോൾ T3ക്കും T4നും നമുക്ക് അറിയത്തില്ല. അതിന് പകരം നമുക്കൊരു റിലേഷൻ ഉണ്ടല്ലോ. T3/T4 = എന്താണ്? T3/T4 എന്താണ്? E⁻μθ. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ പറയാൻ തീറ്റയുടെ വാല്യൂ പറയാം. അപ്പോൾ നമുക്ക് T3 = എന്ന് പറഞ്ഞ് ഒരു റിലേഷൻ കിട്ടും. ആ T3 എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ T4ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അവിടുന്ന് T3യുടെയും വാല്യൂ കിട്ടും. ഒന്ന് കണ്ടുപിടിച്ചേ. ഈ T3/T4 = E⁻μθ എന്ന് പറയുന്ന ഒരു റിലേഷൻ കിട്ടും. അതിനകത്ത് T3യുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എങ്ങോട്ട് കൊടുക്കുന്നു? ഈ ഇക്വേഷനകത്തോട്ട് കൊടുക്കുന്നു. അപ്പം നമുക്ക് T4ൽ മാത്രമുള്ള ഇക്വേഷൻ കിട്ടും. അവിടുന്ന് T4ൻ്റെ ആൻസർ കിട്ടും. ആ T4ൻ്റെ ആൻസർ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുമ്പം T3യുടെ ആൻസറും കിട്ടും. T3യും T4ഉം ഒന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക്
എം സിയുടെ കണ്ടുപിടിക്കണം, എം ഡി കണ്ടുപിടിക്കണം. ഇതിനകത്ത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഏതാണോ എടുക്കേണ്ടത് ആ മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം? നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? ഫൈൻഡ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. കാരണം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? എം സി കണ്ടുപിടിക്കണം, പിന്നെ എന്തുവാ എം ഡി കണ്ടുപിടിക്കണം. അത് രണ്ടും കണ്ടുപിടിച്ചേക്ക് മാത്രമേ അതിനകത്ത് ഏതാണ് മാക്സിമം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആണോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനിയാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരാൻ പോകുന്നത്. ഇനി ഞാൻ പറയുന്ന പോലെ ആലോചിക്കണം. ഓക്കെ, നോക്കിയേ. ഇനി ഞാൻ വെർട്ടിക്കൽ ലോഡ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. എന്താണ് വരയ്ക്കാൻ പോകുന്നത്? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രാം വരയ്ക്കാൻ പോകും. അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ മനസ്സിൽ കാണുക. ഏത് നമ്മുടെ ഷാഫ്റ്റ്? ഇതാണ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ ഈ എൻഡ് ഏതാണ്? എ. ഷാഫ്റ്റിൻ്റെ ഈ എൻഡ് ഏതാണ്? ഈ എൻഡ് ഏതാണ്? പറ. ബി. ഈ പുള്ളി ഏതാണ്? സി. ഈ പുള്ളി ഏതാണ്? ഡി. അപ്പം ഞാനിപ്പോൾ ഏതാ വരയ്ക്കാൻ പോകുന്നത്? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം. അപ്പോൾ ഈ ഒരു ഇവിടെയുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് ആർ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് ആർ ബി എന്ന് പറയുന്നത്. പക്ഷേ ആർ എ ആർ ബിക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ആർ എയുടെ രണ്ട് കമ്പോണൻസ്? എന്താണ്? ആർ എ വെർട്ടിക്കലും ഉണ്ട്, ആർ എ ഹൊറിസോണ്ടലും ഉണ്ട്. ആർ ബിക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ആർ ബി വെർട്ടിക്കലുണ്ട്, ആർ ബി ഹൊറിസോണ്ടലുണ്ട്. അത്രയും ക്ലിയർ ആയോ? ഇപ്പം ഞാനിപ്പോൾ എന്ത് വരയ്ക്കാൻ പോകുന്നത്? എന്താ വരയ്ക്കാൻ പോകുന്നത്? ഞാനിപ്പോൾ എന്ത് വരയ്ക്കാൻ പോകുന്നത്? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രമാണ്. അപ്പോൾ ഞാൻ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. വെർട്ടിക്കൽ ലോഡ് ഡയഗ്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് കമ്പോണൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രാംസ്. അപ്പോൾ വെർട്ടിക്കൽ എന്താ? ഇവിടെ ആർ എ വി വരും. ഇവിടെ എന്താ വരുന്നത്? ആർ ബി വി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനെ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? താഴോട്ടല്ലേ? സി എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? സി എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? സി എങ്ങോട്ടാണ് കണക്ട് ചെയ്തത്? താഴോട്ട്. അപ്പം ഞാൻ ഇവിടെ T1 ഇവിടെ വരും, T2 എവിടെ വരും? ഇവിടെ വരും അല്ലേ? അപ്പോൾ നോക്കിയേ, ഞാൻ വെർട്ടിക്കൽ ലോഡ് ഡയഗ്രാം വരയ്ക്കുവാണ് അല്ലേ? നോക്കിയേ, ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി എന്ന് പറയുന്നത്, ഇത് ഡി എന്ന് പറയുന്നത്. അപ്പോൾ T1 T2 എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഈ ഫിഗർ നോക്കി പറ. T1 T2 എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉള്ള രണ്ട് റിയാക്ഷൻസ് എന്തൊക്കെയായിരിക്കും? ആർ എ വിയും ആർ ബി വിയും. അപ്പോൾ അത് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? T1 T2 താഴോട്ടാണെന്നുണ്ടെങ്കിൽ ആർ എ വിയും ആർ ബി വിയും റിയാക്ഷൻസ് വെർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഈ സി എന്ന് പറയുന്ന പുള്ളി എടുക്കുമ്പോഴത്തേന് ടെൻഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? രണ്ട് ടെൻഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന പുള്ളി എടുക്കുമ്പോൾ രണ്ട് ടെൻഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? പറഞ്ഞേ. അപ്പം ഞാൻ സിയിലുള്ള ടെൻഷൻ കാണിക്കാൻ പോവുക. എങ്ങോട്ടാണ് കാണിക്കേണ്ടത്? ഡയറക്ഷൻ എങ്ങോട്ടാണ്? അവിടെ T1 പ്ലസ് എന്ത് കാണിക്കണ്ടേ? T1 പ്ലസ് T2 കാണിക്കാം അല്ലേ? ഇനി ഞാൻ
അപ്പോൾ T1 പ്ലസ് T2 താഴോട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്നത്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി റിയാക്ഷൻസ് എങ്ങോട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ റിയാക്ഷനെ പറയുന്ന പേരെന്തുവാണ്? എന്തുവാ? RAV അല്ലേ? RAV ആണോ? ഈ റിയാക്ഷനെ പറയുന്ന പേരെന്താണ്? വെർട്ടിക്കൽ റിയാക്ഷനെ പറയുന്ന പേരെന്താണ്? RBV അല്ലേ? അപ്പോൾ അത് എനിക്കിവിടെ കാണിക്കാമല്ലോ. എയിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ RAV, ബിയിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ RBV. അപ്പം ഞാൻ വെർട്ടിക്കൽ ലോഡ് ഡയഗ്രമാണ് വരച്ചത്. അതെങ്ങനെയാണ് വരച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രമാണ് ഞാനിപ്പോൾ വരച്ചത്. വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം എങ്ങനെയാണ് വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തവണ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം വരച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി പറയണോ വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം വരച്ചത് എങ്ങനെയാണെന്നോ? അത് എന്തിനാന്ന് ഈ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. അത് ഒരു പ്രോബ്ലം നമ്മൾ എൻ്റെ കൂടെ ചെയ്തു പോവാം, അപ്പം നിനക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന്. അതിനുശേഷം അടുത്ത പ്രോബ്ലം ആകുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. കേട്ടോ? അപ്പം നമുക്ക് ഈ ആദ്യമേ ഇത് പറയാൻ പറ്റത്തില്ല. ഇതൊരു സാമ്പിൾ പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് എന്തോ കണ്ടുപിടിക്കുക, മൊമെൻറ്റാണ് കണ്ടുപിടിക്കുക. മൊമെൻറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും ഇല്ല കണ്ടുപിടിക്കുക. ഈ മെത്തേഡിലാണ് നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കണ്ടേ? ഞാൻ ആദ്യം എന്താ വരയ്ക്കുന്നത്? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കും. ഓക്കെ, വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം. ഇതെന്താ വരയ്ക്കുന്നത്? വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം. അപ്പം പറഞ്ഞ് വെർട്ടിക്കൽ ലോഡ് ഡയഗ്രത്തിനകത്ത് എന്തൊക്കെ വരും? എന്തൊക്കെ വരും? എയിലും ബിയിലും എന്ത് വരും? എയിലും ബിയിലും എന്ത് വരും? എങ്ങോട്ട് വരും? RAV മുകളിലോട്ട് വരും. ഇവിടെ എന്ത് വരും? RBV മുകളിലോട്ട്. പിന്നെ വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത് വെർട്ടിക്കൽ ലോഡ് ഡയഗ്രത്തിനകത്ത് സീലല്ലേ വെർട്ടിക്കൽ ടെൻഷൻ ഉള്ളത്. അപ്പോൾ അത് എവിടെ വരും? സീലുള്ള ടെൻഷൻ എന്തൊക്കെ വരും? സീലുള്ള ടെൻഷൻ എന്തൊക്കെയാ? സീലുള്ള ടെൻഷൻ എന്താ? T1 പ്ലസ് T2. ക്ലിയർ ആയോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ പോയിൻ്റ് എബോട്ടായിട്ട് ഞാൻ മൊമെൻ്റ് എടുക്കാൻ പോവാന്ന്. എന്ന് പറഞ്ഞ പോയിൻ്റ് എബോട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാം? മൊമെൻ്റ് എടുക്കാൻ പോവാം. ഒന്ന് മൊമെൻ്റ് എടുത്തേ. എന്ന് പറഞ്ഞ പോയിൻ്റ് എബോട്ടായിട്ട് മൊമെൻ്റ് എടുത്തേ. ഈ ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര? ഈ ഡിസ്റ്റൻസ് എത്ര വരും? എത്ര? 300 ആണ്. 300. ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, എന്ത് ചെയ്യുക? എന്ന് പറഞ്ഞ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുത്തേ. എന്ന് പറഞ്ഞ പോയിന്റ് അബൌട്ട് മൊമെൻ്റ് എടുത്തേ. അങ്ങനെ വരും. മൊമെൻ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഈ പോയിന്റിൽ കൂടെ മൊമെൻ്റ് എടുക്കുമ്പോൾ ആ ഫോഴ്സ് കൺസിഡർ ചെയ്യുമോ? ആ ഫോഴ്സ് കൺസിഡർ ചെയ്യുമോ? ഇല്ല. പിന്നെ ഏതൊക്കെ ഫോഴ്സ് കൺസിഡർ ചെയ്യണം? ഈ പോയിന്റ് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുമ്പോൾ ഈ ഫോഴ്സ് RAVയുടെ മൊമെൻ്റ് എന്തോ? RAV × 0 ഇല്ലേ? പിന്നെ എന്തോ ഉള്ളത്?
ആർ എ വി ഇൻറ്റു 0 പിന്നെ T1 പ്ലസ് T2. T1 പ്ലസ് T2 എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? താഴോട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പം മൈനസ് ഓഫ് T1 പ്ലസ് T2 ഇൻറ്റു എന്തോ ഒരു ഡിസ്റ്റൻസ് എത്ര വരുന്നത് മൊമെൻറ്റിൻ്റെ? 300. പിന്നെ മുകളിലോട്ട് എന്തോ ഉള്ളത്? മുകളിലോട്ട് എന്തോ ഉള്ളത് ബാക്കി ഇതിൻ്റെ മൊമെൻറ്റ്? പ്ലസ് ആർ ബി വി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? എന്ന് പറഞ്ഞ പോയിന്റ് പോയിട്ട് ഇടാം മൊമെൻറ്റ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 1000 അല്ലേ? ഈസിക്കൽ ടു 0. എനിക്കിങ്ങനെ എഴുതാവോ? എന്ന് പറഞ്ഞ പോയിന്റ് പോയിട്ട് മൊമെൻറ്റ് എടുക്കും. ഇങ്ങനെ എഴുതാവോ? എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ആർ എ ബി എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് നമ്മൾ ആർ എ ബി ഇൻറ്റു ഡിസ്റ്റൻസ് 0 മൈനസ് ഓഫ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത് ഇത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന പോസിറ്റീവ്, താഴോട്ട് ആക്ട് ചെയ്യുന്ന നെഗറ്റീവായിട്ട് എടുക്കുന്ന മൊമെൻറ്റ്. ഇപ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് T1 പ്ലസ് T2. എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? T1 പ്ലസ് T2 300. ഇനി ആർ ബി വി എത്ര ഡിസ്റ്റൻസിലാണ്? ഈ ആർ ബി വി മുകളിലോട്ട്, ആർ ബി വി പോസിറ്റീവ്, ആർ ബി വി എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത് ആർ ബി വി? 1000. അപ്പം നമുക്ക് ഇതിനകത്ത് T1ൻ്റെ വാല്യൂ അറിയാം, T2ൻ്റെ വാല്യൂ അറിയാം. പിന്നെ നമുക്ക് ഇതിനകത്തൊരു എന്ത് കിട്ടും? ആർ ബി വിയുടെ വാല്യൂ കിട്ടും. ആർ ബി വിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. T1ൻ്റെ വാല്യൂ അറിയാം, T2ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ ആർ ബി വിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നമ്മൾ ഈ ചെയ്യുന്നത്. മൊമെൻറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ഫോഴ്സ് ഉണ്ട് എന്ന് മൊത്തം കണ്ടുപിടിക്കണം. T1 T2 നമുക്കറിയാം, T1 T2ൻ്റെ വാല്യൂ നമുക്കറിയാം, കണ്ടുപിടിച്ച്. ഇനി ആർ എ വിയും ആർ ബി വിയും കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഫോഴ്സിൻ്റെയും കൂടെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ആർ എ വി ആർ ബി വി വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് പോയിട്ട് മൊമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആർ ബി വിയുടെ വാല്യൂ കിട്ടും. ആർ ബി വിയുടെ വാല്യൂ എത്ര കിട്ടിയെന്ന് പറഞ്ഞ്? ആർ എത്ര? 992.7 കിട്ടും. ഓക്കെ. അപ്പോൾ ആർ ബി വി കിട്ടി. അപ്പം നിങ്ങൾ ഈ ടോട്ടൽ ഇതിനകത്തുള്ള സിഗ്മ എഫ് എടുത്തേ. നമുക്കറിയാം സിഗ്മ എഫ് ഈക്വൽ ടു 0 എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. സിഗ്മ എഫ് നമ്മളൊരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പണ്ട് പഠിച്ചിട്ടുള്ള എന്തുവാ? ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, ടോട്ടൽ മൊമെൻറ്റ് ഈക്വൽ ടു 0. ടോട്ടൽ മൊമെൻറ്റ് നമ്മൾ എടുത്തു, അപ്പോഴാണ് നമുക്ക് ആർ ബി വി കിട്ടി. ടോട്ടൽ ഫോഴ്സ് ഒന്ന് എടുത്തേ. ടോട്ടൽ ഫോഴ്സ് മുകളിലോട്ടുള്ള എന്തൊക്കെയാണ്? ആർ എ വി പിന്നെ മൈനസ് ഓഫ് താഴോട്ടുള്ള എന്തുവാ? താഴോട്ടുള്ള എന്താണ്? T1 പ്ലസ് T2. പിന്നെന്താണ്? ഇനി അടുത്ത എന്തോ ഫോഴ്സ് ഉള്ളത്? ഇനി അടുത്ത ഫോഴ്സ് എന്തുവാ? ആർ എ വി കഴിഞ്ഞിട്ട് അടുത്ത ഫോഴ്സ് ആർ ബി വി. അതിൻ്റെ ഈക്വൽ ടു എന്തുവാണ്? ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആർ ബി വിയുടെ വാല്യൂ കിട്ടി, T1 T2ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ആർ എ വിയുടെ വാല്യൂ എവിടുന്ന് കിട്ടും? ആർ എ വിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച്. ഒരു സെക്കൻഡ്, ആരോ റിക്വസ്റ്റ് അയക്കുന്നത്. ഇവിടെ ഈ ഇടയ്ക്കിടയ്ക്ക് എക്സിറ്റ് ആയി പോകുന്നവർക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നൊരു ഈ വീഡിയോ കണ്ടാൽ മതി. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, കാരണം ഒരു 10-40 മിനിറ്റ് കാണും. അപ്പോൾ നമുക്ക് ആർ എ വിയുടെ വാല്യൂയും കിട്ടി, എന്ത് കിട്ടി? ആർ ബി വിയുടെ വാല്യൂ കിട്ടി. എത്ര കിട്ടി? ആർ ബി വിയുടെ വാല്യൂ എത്ര കിട്ടി?
എത്ര കിട്ടി? 2316.3 Newton. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്തെടുക്കാം, ഇതൊന്ന് ലോഡ് ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്താൽ വൃത്തിയായിട്ട്. അപ്പോൾ കിട്ടിയ സാധനങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ലോഡ് ഡയഗ്രത്തിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യണം. വെർട്ടിക്കൽ ലോഡ് ഡയഗ്രത്തിനകത്ത് വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം എടുക്കുക. വെർട്ടിക്കൽ ലോഡ് ഡയഗ്രത്തിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുക കിട്ടിയ സാധനങ്ങളെല്ലാം. ആർ എ വിയുടെ വാല്യൂ എത്ര കിട്ടി? ആർ എ വിയുടെ വാല്യൂ എത്ര കിട്ടി? 2316.02 അല്ലേ? ആർ ബി വിയുടെ വാല്യൂ എന്ത് കിട്ടി? ആർ ബി വിയുടെ വാല്യൂ എന്ത് കിട്ടി? 992.588 അല്ലേ? പിന്നെ എന്താ ഉള്ളത്? ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി സി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഡിയിലുള്ള T1 + T2 എന്ത് കിട്ടി? 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 3.309. എൻ്റെ കയ്യിൽ ആൻസർ ഇല്ല കേട്ടോ, നിങ്ങൾ പറയാൻ എത്ര T1 + T2? 3.309. 3.309. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമുക്ക് വെർട്ടിക്കൽ ലോഡ് ഡയഗ്രം കിട്ടി. ഇതിനകത്ത് എത്രമാത്രം ഫോഴ്സ് ഉണ്ടോ അതെല്ലാം കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം പഠിക്കണം. നമ്മൾ മൂന്നാമത്തെ സെമസ്റ്റർ 3 ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കണം. നോക്കി, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കണം. എയിലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എത്ര? എയിലെ ബെൻഡിങ് മൊമെൻറ്റ് എത്ര? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ഏത് പോയിന്റിലെ ബെൻഡിങ് മൊമെൻ്റ് ആണോ വേണ്ടത് ആ പോയിന്റിലെ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റിലോട്ടുള്ള ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള മാത്രം എടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഏതെങ്കിലും ഒരു പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ പോയിന്റിൽ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ആ പോയിന്റിൻ്റെ റൈറ്റിലോട്ടുള്ള ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് വേണം. ലെഫ്റ്റിലോട്ട് എത്ര ഫോഴ്സ് ഉണ്ട്? ബെൻഡിങ് മൊമെൻറ്റ് ലെഫ്റ്റിലോട്ട് എത്ര ഫോഴ്സ് ഉണ്ട്? ഫോഴ്സ് ഉണ്ടോ ലെഫ്റ്റിലോട്ട്? ലെഫ്റ്റിലോട്ട് എത്ര ഫോഴ്സ് ഉണ്ട്? ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് ഫോഴ്സ് ഉണ്ടോ? അപ്പോൾ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്തുവാ? 0. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റിലോട്ടുള്ള ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കാം, പക്ഷെ അന്നൊരു 0 തന്നെ കിട്ടും. അതായത് T1 പ്ലസ് വേണമെങ്കിൽ ഒന്നുകിൽ എങ്ങനെ എടുക്കാം? എം എ നമുക്ക് എങ്ങനെ വേണം? റൈറ്റിലോട്ടുള്ള ഫോഴ്സ് എന്തൊക്കെയാ? T1 പ്ലസ് T2 ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? T1 പ്ലസ് T2 മൈനസ് കൊടുക്കുക താഴോട്ടുള്ളത്. ഇത് 300 പ്ലസ് RBV ഇൻറ്റു 1000 ചെയ്യുമ്പോഴത്തേന് ആൻസർ 0 കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് എടുക്കാൻ ഒരു പോയിന്റിലെ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക എന്ത് ചെയ്യണം? ഒരു പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക എന്ത് ചെയ്യണം? ആ പോയിന്റിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഉള്ള ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എടുത്താൽ മതി. അപ്പം നിങ്ങൾ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ആ പോയിന്റിലെ ഏറ്റവും കുറവ് ഫോഴ്സ് എവിടെയാണെന്ന് ചെക്ക് ചെയ്യുക. ലെഫ്റ്റിലോട്ടാണോ കുറവ് ഫോഴ്സ്, റൈറ്റിലോട്ടാണോ കുറവ് ഫോഴ്സ് നോക്കുക. എന്ന് പറഞ്ഞ പോയിന്റിൽ ലെഫ്റ്റിലോട്ട് ഫോഴ്സ് ഉണ്ടോ? എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ ലെഫ്റ്റിലോട്ട് ഫോഴ്സ് ഉണ്ടോ? അപ്പോൾ ഈ റൈറ്റിലോട്ട് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോഴ്സ് എടുത്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അത് ചെയ്താലും ആൻസർ 0 കിട്ടും. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും എന്തുവാണ് മൊമെൻ്റ് അറ്റ് എ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിരിക്കും? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്തുമായിരിക്കും? ഓക്കെ, MA = 0. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇവിടെ 0 മാർക്ക് ചെയ്ത്. ഇനി അടുത്ത് എന്താ വേണ്ടത്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി വേണം. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി വേണം. അപ്പം നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? ഒന്നുകിൽ സിക്ക് ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സിന് ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ സിക്ക് റൈറ്റിലോട്ടുള്ള ഫോഴ്സിന് ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുക. നിങ്ങൾക്ക് ഏതാ എടുക്കണ്ടേ? ഇഷ്ടമുള്ള എടുത്തോ.
നിങ്ങൾക്കിപ്പോൾ ഏതാ എടുക്കണ്ടേ? സിക്ക് ലെഫ്റ്റോട്ടുള്ള ഫോഴ്സ് ഏതാ? സിക്ക് ലെഫ്റ്റോട്ടുള്ള ഫോഴ്സ് ഏതാ? ആർ ആർ എ വി എടുക്കുവാണെങ്കിൽ ഇൻറ്റു എത്ര കൊടുക്കണം? ആർ എ വി എടുക്കുവാണെങ്കിൽ എത്ര ഇൻറ്റു എത്ര കൊടുക്കണം? 300 കൊടുക്കണം. അതല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. ആർ ബി വി എടുക്കാം. ആർ ബി വി എടുക്കുവാണെങ്കിൽ എത്ര കൊടുക്കണം? 400ഓ 700. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് ലെഫ്റ്റോട്ടുള്ള ഒന്നുകിൽ ലെഫ്റ്റോട്ടുള്ള ഫോഴ്സിന് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റോട്ടുള്ള ഫോഴ്സ്. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് നോക്കിയേ, എം സിയുടെ വാല്യൂ ഈ രണ്ട് രീതിയിൽ ചെയ്ത് നോക്കിയേ, ഏത് ആൻസറാണ് കിട്ടുമെന്ന് നോക്കി. എം സിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കി. എം സിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കി. ഇതെല്ലാം വെർട്ടിക്കലാണ് കേട്ടോ. എം സി വി വെർട്ടിക്കലാണ്, എല്ലാം വെർട്ടിക്കലാണ്. കാരണം നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നെല്ലാം വെർട്ടിക്കലായതുകൊണ്ട് എം സി വിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കി. എം സി വിയുടെ വാല്യൂ എത്ര കിട്ടും? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ പിള്ളേരെ? എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ പറയണം കേട്ടോ. ഈ പ്രോബ്ലം നമുക്ക് ഒറ്റ സ്ട്രെച്ച് പറഞ്ഞില്ലെങ്കിൽ ഇത് പറയാൻ പറ്റത്തില്ല. എം സി വിയുടെ വാല്യൂ എത്ര കിട്ടി? എം സി വിയുടെ വാല്യൂ എത്ര കിട്ടി? ആർ എ വി 694. പിന്നെന്താ, എല്ലാവർക്കും അതാണ് കിട്ടിയേ? രണ്ട് 694 രണ്ട് ഓൾമോസ്റ്റ് ആൻസർ ആണോ കിട്ടിയത്? ഇത് രണ്ടും അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി അപ്പം ബെൻഡിങ് മൊമെൻ്റ് ആകട്ടെ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമ്മൾ എവിടെ മാർക്ക് ചെയ്ത്? ഈ എം സി എന്ത്? എം സി എത്ര? 69. എത്ര എം സി? എത്ര എം സി? പോസിറ്റീവ് വാല്യൂ അല്ലേ 69? എത്ര? 694,890 ഏതാണ്ട് എങ്ങനെയാണെന്ന് തോന്നുന്നു. ഇനി അടുത്ത എന്താ? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒന്നെങ്കിൽ ലെഫ്റ്റിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റിലോട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഏതാ എടുക്കുന്നത് നിങ്ങൾ? ലെഫ്റ്റ് ആണോ എടുക്കുന്നത്, റൈറ്റ് ആണോ എടുക്കുന്നത്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. റൈറ്റ് എടുക്കുക, ലെഫ്റ്റ് എടുക്കുക, ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നുള്ളൂ. ഏതാ എടുക്കുന്നത്? എം ഡി എത്ര? എം ഡി എങ്ങനെയാണ് ചെയ്യുന്നത്? ബെൻഡിങ് മൊമെൻ്റ് ഡി എന്ന് പറയുമ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിന് ലെഫ്റ്റിലോട്ട് രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ റൈറ്റിലോട്ട് ഒരു ഫോഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് എടുത്താൽ പോരെ അല്ലേ? എം ഡി എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞേ. എം ഡി എങ്ങനെയാണ് ചെയ്യുന്നത്? എം ഡി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ബെൻഡിങ് മൊമെൻ്റ് എടുക്കണമെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ്, ലെഫ്റ്റിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് ഫോഴ്സിൽ മൊമെൻ്റ് എടുക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഒരു ഫോഴ്സേ ഉള്ളൂ റൈറ്റിലോട്ട്. അപ്പോൾ റൈറ്റിലോട്ടുള്ള ഫോഴ്സ് എന്തുവാ? ഡി എന്ന് പറഞ്ഞ പോയിന്റ് റൈറ്റിലോട്ടുള്ള ഫോഴ്സ് എന്തുവാ? ആർ ബി വി ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര വരും? ഈ ഡിസ്റ്റൻസ് അല്ലേ? അതെ, 200. അപ്പോൾ ആർ ബി വി. അപ്പോൾ എം ഡിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കി. എം ഡി വിയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി എത്ര കിട്ടുമെന്ന് നോക്കി. ബെൻഡിങ് മൊമെൻ്റ് എത്ര? ഡി എത്ര കിട്ടും? 198,540. ആ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഏതാ വലുത്? സിയിലുള്ളതാണോ വലുത്, ഡിയിലുള്ളതാണോ വലുത്? ഓക്കെ. അപ്പോൾ 19 ഇച്ചിരി താത്ത് വരയ്ക്കണം. അപ്പോൾ എം ഡി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ 19850. അടുത്ത ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്തുവാ? ഓക്കെ. ഇനി അടുത്ത ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്തുവാ? അടുത്ത ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്തുവാണ്?
അതെ, ബെൻഡിങ് മൊമെന്റ് B0. കാരണം ഒന്നുകിൽ റൈറ്റിലോട്ടുള്ള എടുക്കുക, ലെഫ്റ്റിലോട്ടുള്ള എടുക്കാനല്ലേ പറഞ്ഞത്. ലെഫ്റ്റിലോട്ട് കുറേ ഫോഴ്സ് ഉണ്ട്, പക്ഷേ റൈറ്റിലോട്ട് ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് 0. അപ്പോൾ ഇത് ഇനി എന്തെടുക്കണം, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്നതാണ് വെർട്ടിക്കൽ ലോഡ് ഡയഗ്രത്തിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത്രയും കിട്ടിയോ? നിങ്ങൾ കിളി പോയിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് പ്രസൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, അതായത് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, ഈ പുള്ളിയുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് T3 T4 ഞാൻ മാർക്ക് ചെയ്തു, T3 T4 മാർക്ക് ചെയ്തു. അപ്പോൾ T3 T4നും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഹൊറിസോണ്ടലായിട്ട് ആരെ മാർക്ക് ചെയ്യണം? RH മാർക്ക് ചെയ്തു. നമ്മൾ നേരത്തെ വെർട്ടിക്കലായിട്ടല്ലായിരുന്നോ RAVനെ മാർക്ക് ചെയ്ത്. ഇനി ഇതുപോലെയാണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഈ ഒരു ടെൻഷന് ഓപ്പോസിറ്റ്, ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാക്ഷൻ വരുന്നത്. ഈ ഒരു ടെൻഷന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് മാർക്ക് ചെയ്തു? RHനെയും RBHനെയും മാർക്ക് ചെയ്തു. ആണല്ലോ. ഈ ഹൊറിസോണ്ടലായിട്ടുള്ള സാധനം എനിക്ക് പേപ്പറിനകത്തോട്ട് വരയ്ക്കണമല്ലോ. ഈ പേപ്പറിനകത്തോട്ട് വരയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത് ഇങ്ങനെ കാണിക്കാമല്ലോ, ഇതിങ്ങനെ കാണിക്കാമല്ലോ. പിന്നെ ഡിയിൽ എന്ത് കാണിക്കാം? ഇത് ഇങ്ങോട്ടുള്ളത് ഈ ഇരിക്കുന്ന സാധനത്തിൽ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ട് ഈ പേപ്പറിൻ്റെ പ്ലെയിനിൽ വെച്ചേക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഉണ്ടോ? അപ്പോൾ ഈ ടെൻഷനിൽ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലേ? ആ RH-നെയും T1നെയും T3നെയും T4നെയും RBHനെയും ഞാൻ എടുത്തിട്ട് എൻ്റെ പേപ്പറിൻ്റെ പ്ലെയിനിലോട്ട് കാണിക്കുക. ഇതിപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ആ വരച്ചു വെച്ചേക്കുന്നത്. ഞാൻ 3 ഡയമെൻഷൻ ഫിഗറിലാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. ഇനി ഞാൻ അതെടുത്ത് ഹൊറിസോണ്ടൽ എൻ്റെ പേപ്പറിൻ്റെ പ്ലെയിനിലോട്ട് വരയ്ക്കുമ്പം എങ്ങനെ കാണിക്കാൻ പറ്റും? ഇങ്ങനെ കാണിക്കാം. ഞാൻ ഇതൊന്നുകൂടെ പറയണോ? ഹൊറിസോണ്ടൽ ലോഡ് ഡയഗ്രം വരച്ച് ഒന്നുകൂടെ പറയണോ? ഹൊറിസോണ്ടൽ ഒന്നുകൂടെ പറയാം.